+1 സീറ്റ് പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സബ്മിഷനായാണ് ഉന്നയിച്ചത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ മറുപടി പറയുകയാണ്. തത്സമയ സംപ്രേഷണം 51,451 പേർ മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയിട്ടുണ്ട്. 51,451 പേർ. അതെ സാർ, ഇതിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ. ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽപ്പെട്ട 2311 ഞാൻ നേരത്തെ പറഞ്ഞു. ടോട്ടല് ആ ഹയർ സെക്കൻഡറിയും കൂടി ചേരുമ്പോൾ 53,762 പേരാണ് മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി 1-ാം വർഷത്തിൽ പ്രവേശനം നേടിയവർ. സാർ, പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് 17,298 പേർ. സാർ, അത്ര അപേക്ഷയുള്ളൂ. 17,298. ഞാൻ ഈ സഭയിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ്, 17,298 അപേക്ഷയെ ഇനി അവശേഷിക്കുന്നുള്ളൂ. പ്ലീസ് പ്ലീസ് ഇല്ല സാർ, പ്ലീസ്. അപ്പൊ സാർ മിനിസ്റ്റർ ഇല്ല സാർ, 53,000 ഇല്ല 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 സാർ, ഇല്ല 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 സാർ. അതായത് ബഹുമാനപ്പെട്ട എല്ലാം ശ്രദ്ധിച്ചില്ല സാർ. ഇനി ശേഷിക്കുന്ന സീറ്റുകൾ സാർ, പ്ലീസ് പറയട്ടെ സാർ. ഇനി ശേഷിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 9,820 സീറ്റുകളാണ്. ആ 9,820 സീറ്റുകൾ എന്ന് പറയുന്നത് 2 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് കഴിഞ്ഞു സാർ. മെറിറ്റിൽ ആ 9,820 ശേഷിക്കുന്ന സീറ്റുകൾ ഞാൻ പറയാം. മെറിറ്റിൽ 5,856, സ്പോർട്സിൽ 367, മോഡൽ റെസിഡൻഷ്യൽ 25, കമ്മ്യൂണിറ്റി 618, മാനേജ്മെന്റ് 2,954. അതിപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റോട് കൂടി ഇത് കൂടെ ഫില്ല് ചെയ്യും. സാർ, അതിൽ ഇതെല്ലാം കൂടെ വരുമ്പോൾ സീറ്റിന്റെ കുറവ് വരുന്നത് 7,478 സീറ്റിന്റെ കുറവാണ് സാർ അവിടെ വരുന്നത്. പ്ലീസ് സാർ, അത് നാളെ വിദ്യാർത്ഥി സംഘടനയുടെ യോഗം ഉച്ചയ്ക്ക് 2 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചിട്ട് അവരുടെയൊക്കെ സഹായം വേണം. മറ്റെല്ലാവരുടെയും സഹായിച്ചിട്ടുണ്ട്. നമുക്ക് അവരോട്ട് സംസാരിച്ച് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ശ്രീ പി ചിത്തരഞ്ജൻ. സാർ, മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടാൽ നിരാലംബരായിത്തീരുന്ന അവരുടെ ഭാര്യമാർക്ക് ആശ്വാസ ധനസഹായം എന്ന നിലയിൽ നൽകി വരുന്ന പദ്ധതിയാണ് വിധവാ പെൻഷൻ. സാർ, നിലവിൽ പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും, പ്രശ്നം പരിഹരിക്കും, അതിന് എല്ലാവരുടെയും പിന്തുണ വേണം എന്നും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നു. വി എ ഗിരീഷ് നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുകയാണ്. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നത് നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ചയുണ്ട്, അതിൽ പ്രശ്നം പരിഹരിക്കപ്പെടും, എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം ഇപ്പോൾ നിയമസഭയെ അറിയിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സഭയെ അറിയിക്കുന്ന കാര്യങ്ങൾ? ശ്രീലക്ഷ്മി അഹമ്മദ് ദേവർകോവിലാണ് സബ്മിഷനിലൂടെ മലപ്പുറത്തെ +1 സീറ്റുകളുടെ വിഷയം സഭയിൽ ഇന്ന് എത്തിച്ചത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചത് LDF ഭരണകാലത്താണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിന് മറുപടിയായി പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 4,952 സീറ്റുകൾ മലപ്പുറത്ത് ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇത്തവണ 1-ാം അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില കേന്ദ്രങ്ങൾ സമരം തുടങ്ങി. 82,466 അപേക്ഷകരാണ് മലപ്പുറത്ത് ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 7,606 പേർ ഡൽഹിക്ക് പുറത്തുനിന്നുള്ളവരാണ്. ഇതുവരെ വിവിധ ഘട്ടങ്ങളിലായി നടന്ന അലോട്ട്മെന്റുകൾ പരിശോധിച്ചാൽ 51,451 പേർ ഇതുവരെ മലപ്പുറത്ത് പ്രവേശനം നേടിയിട്ടുണ്ട്. അതോടൊപ്പം 2,311 പേർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും പ്രവേശനം നേടിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. 17,298 അപേക്ഷകളാണ് ഇപ്പോൾ പ്രവേശനത്തിന് ശേഷിക്കുന്നത്. 9,820 സീറ്റുകൾ ഇപ്പോൾ പ്രവേശനത്തിന് ബാക്കിയുണ്ട്. ഇത് സ്പോർട്സ് കോട്ടയും മാനേജ്മെന്റ് കോട്ടയും ഉൾപ്പെടെയാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി കഴിയുമ്പോൾ ഈ സീറ്റ് പൂർണ്ണമാകും. എന്നാൽ പോലും
7478 സീറ്റിന്റെ കുറവ് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകും എന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കുന്നു. നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അതായത് 7478 സീറ്റിന്റെ കുറവ് നാളെ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പരിഹരിക്കും എന്ന പരോക്ഷമായ സൂചനയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. ശ്രീലക്ഷ്മി. ഗിരീഷ്, അതുപോലെ തന്നെ പ്രശ്നമില്ല എന്ന് മന്ത്രി ആവർത്തിക്കുമ്പോഴും നിലവിലെ പ്രശ്നത്തിന് ഏത് രീതിയിൽ പരിഹാരം കാണാനാണ് സർക്കാർ ആലോചന? ഇത് സംബന്ധിച്ച് മന്ത്രി എന്താണ് പറയുന്നത്? ശ്രീലക്ഷ്മി, ഇക്കാര്യത്തിൽ സർക്കാർ ചില ധാരണകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും SFIയും ഒക്കെ ആവശ്യപ്പെടുന്നത് അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ്. എന്നാൽ അധിക ബാച്ചുകൾ കൂടുതൽ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കും എന്ന് സർക്കാർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നേരത്തെ മാർജിനൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. സർക്കാർ സ്കൂളുകളിൽ 30% മാർജിനൽ സീറ്റുകളുടെ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം എയ്ഡഡ് സ്കൂളുകളിൽ 20% വർധനയും വരുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് 10% കൂടി വർധന വരുത്താമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ മറ്റ് ഏതെങ്കിലും തരത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സർക്കാർ പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചില ഹൈക്കോടതി വിധികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹൈക്കോടതി വിധി കൂടി പരിശോധിച്ച ശേഷമായിരിക്കും സീറ്റുകൾ ഏത് തരത്തിലാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ബാച്ചുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇല്ല. പക്ഷേ സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഏകദേശ ധാരണയിലെത്തിയിരിക്കുന്നു. ശ്രീലക്ഷ്മി. +1 പ്രതിസന്ധി ഇല്ല എന്നാണ്, +1 സീറ്റിൽ പ്രതിസന്ധി ഇല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ സഭയെ അറിയിക്കുന്നത്. സീറ്റ് പ്രതിസന്ധി നിലവിലില്ല എന്നും വിദ്യാഭ്യാസ സംഘടനകളുമായി നാളെ ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ എല്ലാവരും സഹകരിക്കണമെന്നും അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുമാണ് ഇപ്പോൾ മന്ത്രി പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്.